ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ബോക്സായിട്ടാണ് കേട്ടോ. ഇത് പറയണമെങ്കിൽ ഒരു 5 വോൾട്ട് മുതൽ 32 വോൾട്ട് വരെ നമുക്ക് ഇതിൽ വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനത്തെ ഒരു വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മൊഡ്യൂളാണ് കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു 4 ബാറ്ററിയാണ്. ഇത് ഒരെണ്ണത്തിന് തന്നെ 3.7 വോൾട്ട് കിട്ടും. അപ്പോൾ ഇതേപോലത്തെ ഒരു 4 ബാറ്ററി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ബോക്സ് ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പണ്ട് കാലത്ത് ഉപയോഗിച്ചിരിക്കുന്നൊരു റിസീവറിൻ്റെ ബോക്സാണ്. ആദ്യം നമുക്ക് ഈ റിസീവർ അഴിക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ഈ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒഴിവാക്കണം. ഇത് ചെയ്യുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 6 ബാറ്ററിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളില്ല. അപ്പം നമ്മൾ 4 ബാറ്ററി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യുന്ന മൊഡ്യൂൾ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തത് വളരെ സിമ്പിളാണ്. ഔട്ട്പുട്ടായിട്ട് 2 വയറുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഈ ബോക്സിന് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻപുട്ട്, അതായത് ബാറ്ററിയിൽ നിന്ന് ബോർഡിലേക്ക് വരുന്ന 2 വയറുണ്ടാവും. അത് നമ്മൾ കറക്റ്റ് ബാറ്ററി മിക്കന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളൂ. ഈ മൊഡ്യൂളും അതുപോലെ തന്നെ ബാറ്ററി സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ബോക്സ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യാത്തതിന് കാരണം, ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് വേറൊരു സ്ഥലത്തായ കാരണം തന്നെ നമുക്കതിനുള്ള കമ്പോണൻസും കാര്യങ്ങളും നമ്മളെ അടുത്ത് കുറവാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് ഉണ്ടല്ലോ, അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൾട്ടിമീറ്ററോ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ എൻ്റെ അടുത്തില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അടുത്തൊരു 12 വോൾട്ടിന് വർക്ക് ചെയ്യുന്നൊരു ഫാനുണ്ട്. ആ 12 വോൾട്ട് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ സാധനം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്, ഇതിപ്പോൾ വോൾട്ടേജ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 17 to 18 വോൾട്ട് കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ ആ ഒരു ഫാൻ അപ്പോൾ ആ ഒരു വോൾട്ടേജും കൊണ്ട് നമ്മൾ ഈ ഫാനൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഫാന് ശരിക്ക് ഇതുമ്മൊരു അത്രയും സമയം വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ബോർഡ് ഡാമേജ് ആവും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫാൻ വർക്ക് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ തന്നെ നല്ല രീതിക്ക് ആംബിയറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാനും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നല്ല സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ തന്നെ കാണാം.
ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മളുടെ വീഡിയോ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കുകയും ചെയ്തത്.